പുറത്താണെങ്കിൽ നല്ല അസൽ മഴ തകർത്ത് പെയ്യുന്നുണ്ട്. എനിക്കാണെങ്കിൽ റൂം ക്ലീൻ ചെയ്യാൻ എന്തോ വല്ലാത്തൊരു ത്വര. എനിക്കത് ഈ മഴയൊക്കെ പെയ്യുമ്പോഴത്തേക്കുണ്ടല്ലോ നമ്മുടെ വീടും പറമ്പും അതുപോലെ തന്നെ വീടിൻ്റെ അകമൊക്കെ ഭയങ്കര വൃത്തിയായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. അത് നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്യാറുണ്ട്? എനിക്കെന്തോ എത്ര ക്ലീനായി കിടന്നാലും ഭയങ്കര ബോറായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. അങ്ങനെ തന്നെ ഞാൻ ഇന്ന് എൻ്റെ റൂം ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. കുറേ പേര് ഹോം ടൂർ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹോം ടൂർ ഇതേവരെ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അതിന് മുന്നേ ഇതാണ് എൻ്റെ റൂം. എൻ്റെ റൂമിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ്. ശരിക്കും പറഞ്ഞാൽ ഈ കിടക്കുന്ന ഡ്രസ്സൊക്കെ ഞാൻ അലമാരിയിൽ നിന്ന് വാരിയിട്ടതാണ്. അതായത് ക്ലീൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് വാരിയിട്ടതാണ്. പിന്നെ കണ്ടില്ലേ ടേബിളൊക്കെ കിടക്കുന്ന കോലം, കുറേ ചാർജറിൻ്റെ വള്ളി, റിംഗ് ലൈറ്റിൻ്റെ വള്ളി, അങ്ങനെ കുറേ സാധനങ്ങൾ ഇങ്ങനെ നിരന്ന് വാരി കിടപ്പുണ്ട്. സത്യം പറഞ്ഞാൽ ഒരു കോലമായിട്ട് കിടപ്പുണ്ട്. അപ്പോൾ ഇത് ഫുള്ളൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. എന്തായാലും ഹോം ടൂർ ഒന്നും ഇതേവരെ ആയില്ല. എന്നാൽ പിന്നെ ഇരിക്കട്ടെ, ഒരു കൊച്ചൊരു റൂം ടൂറായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെ സങ്കല്പിക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ റൂം. ഒരു ചെയറുണ്ട്, ഒരു അലമാരി ഉണ്ട്, ഒരു ബെഡുണ്ട്, ഒരു മേശയുണ്ട്. പിന്നെ ദാണ്ട് ഇവിടെ ഒരു ജനലുണ്ട്. ജനലിലൂടെ പുറത്തേക്ക് നോക്കിയാൽ അപ്പുറത്തെ പറമ്പും കാണാം, തൊട്ടപ്പുറത്തെ വീടും കാണാം. ഓക്കെ, അപ്പോഴാണ്ടേ ജനലൊക്കെ കിടക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ നമുക്കൊന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. എനിക്കാണ് ഒന്നാമത്തെ കാര്യം, എനിക്ക് എൻ്റെ റൂം എനിക്ക് ഒട്ടും ഇഷ്ടമുള്ളത്തെ കാര്യം ഈ വാരി വലിച്ച് കിടക്കുന്നത്. എനിക്കെല്ലാം നല്ല ക്ലീൻ ആയിരിക്കണം. അതൊക്കെ ഇപ്പോൾ കണ്ടപ്പോഴത്തേക്ക് എന്നെ മനസ്സിലായി കാണൂല്ലോ എൻ്റെ ക്ലീൻ എന്താണെന്നുള്ളത്, അതായത് എൻ്റെ വൃത്തി എന്താണെന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ കുറേയൊക്കെ ഞാൻ ഡ്രസ്സൊക്കെ ഞാൻ വാരിയിട്ടാണ് പിന്നെ ബെഡിൽ നിന്ന് ഷീറ്റൊക്കെ മാറ്റി പുതിയ ഷീറ്റൊക്കെ വിരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഓക്കെ, ആരും ഞാൻ വെൽക്കം ചെയ്തില്ല. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ചാനലിൽ ഒരു ക്ലീനിങ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തായാലും നമുക്ക് ഓരോന്നായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ അലമാരിയിൽ നിന്ന് എൻ്റെ തുണികളെല്ലാം കൂടി വാരി പുറത്തിട്ടിട്ടുണ്ട്. എവിടെ പോകാൻ ഇറങ്ങിയാലും എനിക്ക് മാത്രം ഡ്രസ്സ് കാണത്തില്ല. ഞാൻ എപ്പോഴും അമ്മയടുത്ത് പരാതി വരും, അമ്മ എനിക്ക് മാത്രം ഒരു ഡ്രസ്സും ഇല്ല പുറത്ത് പോകാൻ വേണ്ടിയിട്ട്. പക്ഷേ എൻ്റെ അലമാരി നിറയെ തുണികളാണ്. ഇതൊക്കെ എന്ത് കാര്യത്തിനാണോ അതിങ്ങനെ ഒന്നുകിൽ ഇടണം, അല്ലെങ്കിൽ ആർക്കെങ്കിലും കൊടുക്കണം, അല്ലെങ്കിൽ അത് കളയണം മീൻസ് അതായത് വേണ്ടാത്ത പഴയതുണ്ടെങ്കിൽ അല്ലെങ്കിൽ വീട്ടിൽ ഇടണം, അങ്ങനെയൊക്കെ. പക്ഷെ ഞാനിതൊന്നും ചെയ്യത്തില്ല. എൻ്റെ എല്ലാ തുണികളും ഇതുപോലെ അടുക്കി വെക്കും. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, ഒരു ദിവസത്തെ അതായത് ഒരാഴ്ചയല്ല, ഒരു ദിവസം ആയുസ് മാത്രമേ കാണത്തുള്ളൂ ഈ മടക്കി വെക്കുന്നതിന്. ഞാനാണെങ്കിൽ ഒരു ഡ്രസ്സ് എടുക്കുമ്പോഴത്തേക്ക് മൊത്തത്തിൽ വലിച്ചിങ്ങിടും, മൊത്തത്തിൽ ഒന്ന് തറയിൽ വീഴും. പിന്നെ എന്തൊരു അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ ഒരു റീൽസും ഇട്ടിട്ടുണ്ടായിരുന്നു. അലമാരിയിൽ നിന്ന് ഒരു തുണി എടുക്കുമ്പോൾ ഒരു അവസ്ഥയെന്ന് പറഞ്ഞിട്ട്, അതായത് ഒരു തുണി അങ്ങോട്ട് എടുക്കുമ്പോൾ എല്ലാം കൂടി വന്ന് വീഴും. അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ അടച്ചിട്ട് അങ്ങ് ലോക്ക് ചെയ്യാറാണ് പതിവ്. മനഃപൂർവ്വം അല്ല, എന്തോ ഈ തിരക്കിട്ട് പെട്ടെന്ന് തിരക്കെന്ന് പറയാൻ പറ്റത്തില്ല കേട്ടോ. ഞാൻ രാവിലെ എണീറ്റാലും ഞാൻ ഇനി എപ്പോൾ എവിടെയൊക്കെ പോകുന്നിറങ്ങി ഞാൻ സമയത്തിന് ഇറങ്ങാത്ത ഒരാളാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വലിച്ചാരി എടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് വീണ് പോണതാണ്. അപ്പോൾ അതൊക്കെ പോട്ടെ. അപ്പോൾ ഓരോ ഡ്രസ്സായിട്ട് മടക്കി വെക്കണം. ഇതൊക്കെ പാൻറ്റിൻ്റെ സെക്ഷനാണ് കേട്ടോ, അതായത് ലെഗിൻസ്, സാധാ പാൻറ്റിൻ്റെ സെക്ഷനാണത്. അപ്പോൾ അതെല്ലാം ഓരോന്നായിട്ട് മടക്കി വെക്കുന്നുണ്ട്. സ്റ്റിച്ച് ചെയ്തതും വർക്ക് ചെയ്തതൊക്കെ ഞാൻ തന്നെയാണ്. ജസ്റ്റ് ഒന്ന് കാണിച്ചതേ ഉള്ളൂ. വാഷിംഗ് മെഷീനിലിട്ട് കഴുകിയിട്ടും അതൊന്നും ഇളകി പോയിട്ടില്ല കേട്ടോ. ഇനി ഞാൻ അടുത്ത കുറച്ച് കളക്ഷൻ കാണിച്ചു തരാം. ഇത് എൻ്റെ കയ്യിൽ നിന്ന് ഷോളിൻ്റെ കളക്ഷൻസ് ആണ്. ഞാനിങ്ങനെ ഒരു ഷോൾ പേഴ്സൺ ഒന്നും അല്ല കേട്ടോ. ആ കിടക്കുന്നതിൻ്റെ ആ ഒരു നേവി ബ്ലൂ എന്ന് പറയുന്നത് ഞാൻ കാണിച്ചിട്ടുണ്ട്. എൻ്റെ ഒരു കുർത്ത സെറ്റിൻ്റെ ഷോളാണ്. അങ്ങനെ അത് ഓണത്തിന് ഉണ്ണിക്കുട്ടൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. പിന്നെ അടുത്തെന്ന് വെച്ചാൽ ഈ ഒരു ഷോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് കല്യാണത്തിന് തലേ ദിവസം എന്തോ ആണ് അങ്ങനെ മേടിച്ച ഒരു ഡ്രസ്സിൻ്റെ ഷോളാണിത്. ഒരു ബ്ലാക്ക് ടോപ്പാണ്, അപ്പോൾ അതിനിട്ടൊരു ഷോളാണ് ഇത്. പിന്നെ നമ്മുടെ പെണ്ണ് കാണൽ വീഡിയോയിൽ ഞാൻ ഇട്ടിരുന്ന ഒരു ഷോളാണ്. പിന്നെ ഇതെന്ന് പറയുന്നത് ഞാൻ നേരത്തെ കാണിച്ചത് ആ ഗ്രീൻ ടോപ്പിൻ്റെ കൂടെ. അങ്ങനെ ഷോളെല്ലാം മടക്കി വെച്ചു. ഞാൻ അങ്ങനെ ഒരു ഷോൾ പേഴ്സൺ ഒന്നും അല്ല കേട്ടോ. ആകെ എൻ്റെ കയ്യിൽ അത്രയും ഷോൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇനി അടുത്തൊരു നിലവറ കാണിച്ചു തരാം. ഇത് എൻ്റെ അലമാരിനോട് ചേർന്ന് തന്നെ വരുന്ന ഒരു ഡ്രോയറാണ്. അപ്പോൾ അതാണ്ട് ഇതെല്ലാം എൻ്റെത് തന്നെ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഹായ് ഒക്കെ കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ആമ്പി നിൽക്കുന്നുണ്ട് കേട്ടോ. ആമ്പി പോകാനായിട്ട് ഇറങ്ങുവാണ്. അപ്പോൾ ആമ്പി പറഞ്ഞ് ചേച്ചി ക്ലീൻ ചെയ്യുന്നത് എനിക്കും കാണാമെന്ന് പറഞ്ഞിട്ട് അവൾ നിൽക്കുവാണേ. അവൾക്ക് ട്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഞാൻ 2 മണിക്കായിരുന്നു ട്യൂഷൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോരുത്തരായിട്ട് പോകാൻ തുടങ്ങി. അപ്പോൾ ആമ്പി പറഞ്ഞു അവൾക്ക് ക്ലീൻ ചെയ്യുന്നതൊക്കെ കാണും, ആൾക്ക് ഇതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ അവൾ അവിടെ നിൽക്കുക കേട്ടോ. അപ്പോൾ അതൊക്കെ പോട്ടെ, നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. അപ്പോൾ ഇതാണ് എൻ്റെ അടുത്ത ഡ്രോയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്താ ഇങ്ങനെ കിടക്കുന്നത്. സത്യം പറയല്ലോ, ഞാനൊരു ഓർഗനൈസർ മുമ്പ് മീഷോ എന്നത് 1 വർഷം മുന്നേ മേടിച്ചിട്ട് നമ്മൾ ഈ ഡ്രോയറൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ഓർഗനൈസർ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത്. അതൊക്കെ വെച്ച് സെറ്റാക്കി വെച്ച ഡ്രോയറാണ്. പക്ഷേ ഉണ്ടല്ലോ സംഭവം കൊള്ളത്തില്ല കേട്ടോ, 10 കാശിന് കൊള്ളത്തില്ല. അത് ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് ഇരിക്കത്തൊന്നുമില്ല. നമ്മൾ എന്തെങ്കിലും എടുത്ത് വെക്കുമ്പോഴത്തേക്കിനും അതൊരു ബലമില്ലാത്ത രീതിയിൽ വീണു. ഞാൻ പിന്നെ അതങ്ങനെ വെക്കാറില്ല. പിന്നെ അതിൻ്റെ 2 പീസ് എടുത്തിട്ടാണ് അതെല്ലാം വൃത്തിയാക്കി വെക്കുന്നത്. അങ്ങനെ ഏകദേശം അവിടുത്തെ പരിപാടി കഴിഞ്ഞു. ഇനി അടുത്ത മേശ, ഇത് അടുത്ത നിലവറയാണ് കേട്ടോ. ഞാൻ ആദ്യം കാണിച്ചു തന്നില്ല ആ ഒരു ടേബിളിൻ്റെ അവസ്ഥയാണിത്. അപ്പോൾ ഇതിൻ്റെ ഒരു അവസ്ഥയെന്ന് പറയുമ്പോൾ ഇതൊന്നും അല്ലായിരുന്നു, ഇതിലും ഭയാനകമായിരുന്നു. അയ്യോ, അതിന് മുന്നേ എനിക്ക് നൊസ്റ്റ് അടിച്ച് ഗൈസ് വൃത്തിയായിക്കൊണ്ടിരിക്കുന്നവർക്ക് ഇതാണ് എൻ്റെ 10ാം ക്ലാസ്സിലെ ഗ്രൂപ്പ് ഫോട്ടോ കിട്ടി. നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് എന്നെ കണ്ടുപിടിക്കാൻ പറ്റുമോ ഏത് റോയിലാണെന്നുള്ളത് എൻ്റെ അത് മനസ്സിലായിട്ടുള്ളവരൊന്ന് കമൻറ്റ് ചെയ്തിരുന്നാൽ മതി. ഏത് റോയിൽ എത്രാമത് നിൽക്കുന്നതാണ് ഞാൻ, നിങ്ങളൊന്ന് പോസ്റ്റ് ചെയ്തിട്ടൊന്ന് നോക്കണേ. അപ്പോൾ ഇതാണ് എൻ്റെ 10ാം ക്ലാസ്സിലെ ഫോട്ടോ. ശരിക്കും എത്ര നേരം ആ ഒരു ഫോട്ടോയിലേക്ക് പോയെന്ന് അറിയത്തില്ല കേട്ടോ. അതിൻ്റെ അകത്ത് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ആള് ഒരു 3 വർഷം മുന്നേ ആൾ മരിച്ചു പോയി കേട്ടോ, പെട്ടെന്നായിരുന്നു. അപ്പം ഞാനിങ്ങനെ കുറേ നേരം അവളെ ഇങ്ങനെ നോക്കൊണ്ട് നിന്ന് കേട്ടോ. ഭയങ്കര കമ്പനിയായിരുന്നു പഠിക്കുന്ന സമയത്ത്. അതുപോലെ തന്നെ കോളേജിൽ പഠിക്കുമ്പോഴത്തേക്കാണെങ്കിലും ഒരു കോളേജിൽ അല്ലെങ്കിൽ പോലും ഞങ്ങൾ ഇതുപോലെ പുറത്തൊക്കെ വെച്ച് കാണാറുണ്ടായിരുന്നു. അപ്പം ഞാൻ അവളെ ഇങ്ങനെ കുറേ നേരം നോക്കി. ശരിക്കും പറഞ്ഞാൽ അതൊക്കെ ആലോചിക്കുമ്പോൾ എന്തോ മനസ്സിനൊരു വിഷമം. അതായത് അത്രയും കമ്പനി ആൾ എന്നെ വിളിക്കുമായിരുന്നു കേട്ടോ. ഞാൻ ഈ ഒരു കോളേജിൽ കയറി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇടയ്ക്ക് വിളിക്കും, കോൺടാക്റ്റൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ
പിന്നെ പകുതിക്ക് വെച്ച് ആ ഒരു കോണ്ടാക്റ്റൊക്കെ മാറി അങ്ങനെയൊക്കെ ഇരിക്കും. കൊറോണയ്ക്ക് ശേഷമാണ് ആൾ മരിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അത് ഭയങ്കര ഒരു വിഷമമായിപ്പോയി. ഞാനതങ്ങനെ നോക്കിക്കൊണ്ടിരുന്നതാണ്. അതിനുശേഷം തന്നെ നമുക്കിനി ഓരോന്നായിട്ട് വൃത്തിയാക്കാം. ഇതിൻ്റെ പഴയ ഫയലും കാര്യങ്ങളൊക്കെ ഇതൊന്നും അല്ലായിരുന്നു. എൻ്റെ പ്ലസ് ബുക്സൊക്കെ ഞാൻ ഇവിടെ ആയിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അമ്മയുടെ വായിക്കാതിരിക്കുന്ന വഴക്ക് കേട്ടിട്ട് എല്ലാം കൊണ്ട് മുകളിൽ തലമാരിൽ വെച്ചേക്കുവാണ്. പിന്നെ വേറൊരു സംഭവം കാണിച്ചു തരാം കേട്ടോ. ഇത് ആ ഒരു മേശയിൽ തന്നെ വരുന്ന ഒരു ഡ്രോയറാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇത് എന്താ സംഭവം എന്ന് മനസ്സിലാവേണ്ടതാണ്ട്. ഈ ഒരു മലബാർ ഗോൾഡിൻ്റെ പെട്ടിയിൽ എന്താണെന്ന് വെച്ചാൽ ഇതാണ്ട് ഇതാണ്. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഞങ്ങളുടെ എൻഗേജ്മെൻറ്റിന് ഞാൻ ഇതുപോലെ തലയിൽ വെച്ചിട്ട് ഈ ഒരു ഫ്ലവറിന് എന്തോ ഒരു പേര് പറയുമോ, ഞാൻ ജിപ്സം ഫ്ലവർ അങ്ങനെ എന്തോ ആണ് പേര്. അപ്പോൾ ആ ഫ്ലവറാണ്. അതുപോലെ തന്നെ ഇത് ഉണ്ണിക്കുട്ടൻ്റെ ആ ഇട്ടിരുന്ന അന്നത്തെ ഡ്രസ്സിൻ്റെ ആ ഒരു തുണീൻ്റെ പീസാണ് കേട്ടോ. അതെന്ന് വെച്ചാൽ ആളന്ന് കളർ കാണിക്കാനായിട്ട് എനിക്കിവിടെ കൊണ്ടുവന്നതാണ്. ഞാനത് രണ്ടും ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചേക്കാണ്. പിന്നെ റോസ് പെറ്റൽസ് ആണ് ഒരു പാക്കറ്റിൻ്റെ അത് ആദ്യം കണ്ടത്. അതെല്ലാം ഉണങ്ങി ഒരു പരുവായി. അങ്ങനെ ഇതങ്ങോട്ട് വൃത്തിയാക്കാൻ നേരമാണ് ഞാൻ തപ്പി നടന്ന പല സാധനങ്ങളും ഇതിൻ്റെ അകത്തുണ്ടെന്നുള്ള സത്യം ഞാൻ തിരിച്ചറിയുന്നത്. പിന്നെ അവിടുന്ന് എല്ലാം വാരി മാറ്റി കുറേ ബീഡ്സൊക്കെ ഇങ്ങനെ തട്ടി കിടപ്പുണ്ടായിരുന്നേ. അതായത് എൻഗേജ്മെൻറ്റ് സമയത്താണ് ഞാൻ അവസാനമായിട്ട് അത് തുറന്നു നിന്ന് സത്യം പറഞ്ഞാൽ പറയാം. അതായത് കുറേ സാധനങ്ങൾ കിടപ്പുണ്ടായിരുന്നു. എനിക്ക് വേണ്ടിയിട്ടുള്ള പല സാധനങ്ങളും അതിൻ്റെ അകത്തുള്ള കാര്യം ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. പിന്നെ അതൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം അടുത്തെന്ന് വെച്ചാൽ ഇനി മെയിൻ പരിപാടി വലയൊക്കെ അടിച്ച് വൃത്തിയാക്കുക എന്നുള്ളത്. അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും അയ്യോ ഇപ്പോൾ ഈ റൂം തൂക്കലും വാരലൊന്നും ഇല്ലേ? തൂക്കാരും വാരാറും എല്ലാം ഉണ്ട്. പക്ഷേ ഉണ്ട് ഒരു ഡീപ്പ് ക്ലീൻ ചെയ്യുന്നതൊക്കെ ഇപ്പോഴാട്ടോ. കുറേ നാൾക്ക് ശേഷം ഒരു ഡീപ്പ് ക്ലീൻ ചെയ്യുന്നത്. അങ്ങനെ എല്ലായിടവും തൂത്തിറക്കി കുറേ വലയൊക്കെ അടിച്ച് കഴിയുമ്പോഴത്തേക്കും മൊത്തത്തിൽ പൊടിയും ഇതൊക്കെ ആവത്തില്ലേ. അങ്ങനെ അതെല്ലാം സെറ്റാക്കി. പിന്നെ ഞാൻ മേശ ഒന്ന് തിരിച്ചിട്ടോ. നിങ്ങൾ നേരത്തെ കണ്ട മേശ ചരിഞ്ഞിടണേത്, അതായത് ഓപ്പോസിറ്റ്, അതായത് നമ്മൾ ഇതിന് ഓപ്പോസിറ്റ് എന്താ പറയേണ്ടത്, അതായത് ചരിഞ്ഞിടുന്ന മേശ ഞാനിപ്പോൾ ഇങ്ങനെ തിരിച്ചിട്ട് അത്രയേ ഉള്ളൂ. അങ്ങനെ നിങ്ങൾക്ക് കുറച്ചും കൂടി ബാക്ക് അടിച്ച് നോക്കാൻ മനസ്സിലാവും. അതൊന്ന് തിരിച്ചിട്ടു. പിന്നെ തുണിയും മാറ്റി കളഞ്ഞു. പിന്നെ പുതിയൊരു ബെഡ്ഷീറ്റ് എടുത്തുകൊണ്ട് വന്നു. ഞാൻ ലൈവിൽ പോയ സമയത്ത് നമ്മുടെ ലൈവിൽ ഡെയിലി വരുന്ന 2-3 പേര് എന്നോട് ചോദിച്ചാണ് സ്പീഡിന് പറയുമ്പോഴത്തേക്ക് തെറ്റിപ്പോകുന്നതാട്ടോ. എന്തായാലും ഞാൻ ഈ വോയിസ് ഒന്നും കട്ട് ചെയ്യാൻ പോണില്ല, അങ്ങനെയാണ് ഇടാമെന്നാണ് വിചാരിച്ചത്. അങ്ങനെ ഡെയിലി വരുന്ന 2-3 പേര് എന്നോട് ചോദിച്ചാൽ ആ ബെഡ്ഷീറ്റ് മാറ്റിയല്ലോ എന്നും പറഞ്ഞിട്ട്. കാരണം അവർ ഡെയിലി കാണുന്നത് എൻ്റെ പിന്നെ വീണ്ടും തെറ്റുന്നു. അവർ ഡെയിലി കാണുന്നതല്ലായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ബിഹൈൻഡ് ദ സീൻസ്. ക്ലീൻ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ മാറ്റിയതാണിത്. ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു ബെഡ്ഷീറ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടോ. റൂമിനൊരു പ്രത്യേക ഭംഗി വന്നതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മൾ എല്ലാ ദിവസവും ഒരെണ്ണം കണ്ടിട്ട് പെട്ടെന്ന് മാറ്റിയപ്പോഴത്തേക്ക് ഒരു വ്യത്യാസം. അങ്ങനെ അതെല്ലാം വിരിച്ച് അങ്ങനെ വലയെല്ലാം അടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ പൊടിയായിട്ടുണ്ട്. ഇനി അതെല്ലാം തൂത്ത് വൃത്തിയായി കഴിഞ്ഞതിന് ശേഷം ഇനി നമുക്കിവിടെ മൊത്തം തുടച്ച് ക്ലീൻ ചെയ്യണം. അപ്പോൾ അതിന് മുന്നേ വാരി കളഞ്ഞ പേപ്പറൊക്കെ എടുത്ത് നോക്കുക. ഇതിൻ്റെ അതിന് വല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ബാക്കി പൊടിയെല്ലാം തൂത്ത് വൃത്തിയാക്കി. പിന്നെ ആ ഇരിക്കുന്നൊരു ആധാർ കാർഡ് പഴയതാണേ. അങ്ങനെ അതെല്ലാം എടുത്ത് വെച്ചു. അപ്പോൾ അതുകൊണ്ട് ഏകദേശം നമ്മുടെ പരിപാടി കഴിയാറായി വരുന്നുണ്ട്. ഇനി നമുക്ക് തൂത്ത് കഴിഞ്ഞു. അപ്പോൾ ഇതുകൂടി കഴിഞ്ഞാൽ നമ്മുടെ ഏകദേശം പരിപാടികളൊക്കെ കഴിയാറായിട്ടുണ്ട്. പിന്നെ വേറെ കാര്യം വെച്ചാൽ ഒരാഴ്ച മുന്നേ എനിക്കുള്ള ഭ്രാന്ത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ കുറച്ച് പെയിൻറ്റ് മേടിച്ച് തിരിപ്പുണ്ടായിരുന്നു. അതെടുത്ത് റൂമിൽ അടിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ മെയിൻ പരിപാടി. അത് കുറച്ച് ദിവസത്തെ ഇതേ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ച് ദിവസത്തെ ഇതെന്ന് വെച്ചാൽ കുറച്ച് ദിവസത്തെ ത്വര മൂത്തിട്ട് ഒരു ദിവസം പെയിൻറ്റ് ചെയ്തു. അതായത് കുറച്ചൊന്ന് പെയിൻറ്റ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് മടുത്തു. അതുകൊണ്ട് ഞാനത് മാറ്റി വെച്ചേക്കുവാണ്. പക്ഷേ ഇതുപോലെ ഇനി ആഗ്രഹം തോന്നുമ്പോൾ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ എന്തല്ലാണ്ട് റൂമൊക്കെ തുടച്ച് ക്ലീൻ ചെയ്ത് എല്ലാം സെറ്റാക്കി എടുത്തു. ഓക്കെ, അങ്ങനെ നമ്മുടെ ക്ലീനിങ് അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുവാണ്. എല്ലാം സെറ്റാക്കി, അലമാരെല്ലാം ക്ലീൻ ചെയ്തു, അതുപോലെ തന്നെ ടേബിളെല്ലാം ക്ലീൻ ചെയ്തു, വേണ്ടാത്ത പേപ്പറൊക്കെ എടുത്ത് കളഞ്ഞു, ബെഡ്ഷീറ്റൊക്കെ സെറ്റാക്കി. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി എന്ന് പറയുന്നത്. അങ്ങനെ അപ്പോൾ ഇനി നമ്മുടെ റൂമിൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ കാണിച്ചു തരാം. അതായത് ക്ലീൻ ചെയ്തതിന് ശേഷമുള്ള, അതായത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ള റൂമിൻ്റെ ലുക്ക് എന്താണെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. ശരിക്കും പറഞ്ഞാൽ ഇതിപ്പോൾ ഞാനിങ്ങനെ ഉച്ചയ്ക്ക് ഞാൻ നിൽക്കാൻ തുടങ്ങിയതാണ്. ഇതിപ്പം വൈകുന്നേരം ഒരു 6 മണി ആവാറായിട്ടുണ്ട്. അത്രയും നേരം അവർ നിന്ന് ക്ലീൻ ചെയ്യുമായിരുന്നു, കാരണം അത്രയ്ക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ അപ്പോൾ പുറത്താണെങ്കിൽ തകർത്ത് നല്ല രീതിയിൽ മഴയും പെയ്യുന്നുണ്ട്. ഇനി ഞാൻ എത്ര നേരം ഇത് അത് നോക്കിയെന്നൊന്നും അറിയത്തില്ല കേട്ടോ. വൃത്തിയായി കഴിഞ്ഞിട്ട് എനിക്കിങ്ങനെ നോക്കി. പിന്നെ എനിക്കൊരു സ്വഭാവമുണ്ട്, നിങ്ങൾ എത്ര പേർക്ക് ആ ഒരു സ്വഭാവം ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. വേറെ ഒന്നുമല്ല, ഈ റൂമിലുള്ള സാധനങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറ്റി മാറ്റി സ്ഥാപിക്കുക എന്നുള്ളൊരു സ്വഭാവം എനിക്ക് അങ്ങനെ ഉണ്ട് കേട്ടോ. എനിക്കങ്ങ് കണ്ടിന്യൂസ് ആയിട്ട്, അതായത് പെർമനൻ്റ് ആയിട്ട് അങ്ങനെ കിട്ടേക്കുന്ന ഇഷ്ടമല്ല. ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഒരു ലുക്ക് മാറ്റി പിടിക്കണം, എന്നാലേ എനിക്കൊരു സന്തോഷം വരത്തുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു മേശ തിരിച്ചിട്ടത്. മുമ്പായിരുന്നെങ്കിൽ ബെഡ് ഇതുപോലെ ഓടിക്കളിക്കുമായിരുന്നു, അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകും, വീണ്ടും തിരിച്ചു വരും, വീണ്ടും പഴയ കോലത്തിലാവും, അങ്ങനെയൊക്കെ. പക്ഷേ ഇപ്പോൾ എന്ന് വെച്ചാൽ ഈ ഒരു കബോർഡ് നമ്മുടെ അലമാരയായിട്ട് അറ്റാച്ച് ചെയ്ത് വെച്ചേക്കുന്നുണ്ട്. ബെഡും നീങ്ങത്തില്ല, അലമാരയും നിൽക്കത്തില്ല, അത് അതുപോലെ തന്നെ വെച്ചേക്കുവാണ്. അങ്ങനെ പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു ഭിത്തിയിൽ കാണുന്ന ഒരു പെയിൻറ്റിങ് കുറേ പേര് ലൈവ് വരുമ്പോൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഫൈനൽ ലുക്ക് എന്നല്ല, ആ ഒരു കംപ്ലീറ്റ് ലുക്ക് എന്ന് പറയുന്നത് ഇതാണ്. ഈ ഒരു പെയിൻറ്റിങ് മുമ്പ് ആരോമിൽ വരച്ചത്, അതായത് കൊറോണയ്ക്കൊക്കെ മുന്നേ, അതായത് ഒരു 5-6 വർഷം മുന്നേ വരച്ചതാണ്. അപ്പം ഞാൻ ലൈവ് ചെയ്യുന്നത് അതായത് ഈ ഒരു ബെഡിൽ ഈ ഒരു അറ്റത്തിരുന്നിട്ടാണ്. അതായത് നമ്മുടെ ആ ഒരു പില്ലോ ഒക്കെ ഇട്ടേക്കുന്നില്ലേ, അവിടെ വെച്ചിട്ടാണ്. അതായത് ആ ഒരു ടേബിളിൻ്റെ മണ്ടയിൽ ഫോണും കാര്യങ്ങളും ചാർജറൊക്കെ വെച്ചിട്ട് അവിടെ ഇരുന്നിട്ടാണ് ഞാൻ ലൈവ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇതാണ് നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടായിട്ട് കാണുന്നത്. അപ്പോൾ ഫുൾ ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് എല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷം. പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ഒരു കബോർഡിൽ ഞങ്ങളുടെ എൻഗേജ്മെൻറ്റ് ഫോട്ടോ, അതുപോലെ തന്നെ ഒരു ഡ്രോ ചെയ്തതിൻ്റെ ഒരു ഫോട്ടോ, അതൊക്കെ വെച്ചിട്ടുണ്ട്.
അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ നിങ്ങൾക്കും ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തേക്കാം. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണുന്നതായിരിക്കും. ബൈ.